ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം എവിടെയെങ്കിലും ഒന്ന് പോകണമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ പല പല പ്ലാനുകൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ നമ്മളൊരു ചെറിയ റീല് കണ്ടതാണ്. തിരുവല്ല ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഇവിടുന്ന് ഒരു 16-17 കിലോമീറ്റർ ഉണ്ട്. അപ്പം അവിടെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഫിലിമിലെ ഗുണ കേവ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സിനിമ. അപ്പോൾ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വൈകിട്ട് 6 മണിക്ക് എന്തോ ആണ് തുടങ്ങുന്നത്. 6 മണി തൊട്ട് രാത്രി 9 മണി വരെയോ 5 മണി തൊട്ട് 9 മണി വരെ അങ്ങനെ എങ്ങാണ്ടാണ് അതിൻ്റെ ടൈമിങ്. അപ്പം നമ്മളെന്തായാലും ഇന്ന് അവിടോട്ട് പോവുകയാണ്. ഇതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇതൊരു മിനി വ്ളോഗായിട്ട് ഇടാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയായിരുന്നു. ഇടയ്ക്കൊന്ന് വഴിയൊന്ന് മാറിപ്പോയി, അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റായത്. അവിടെ ഇരുട്ടൊന്നും അധികം കാണാൻ പറ്റുന്നില്ല. അകത്ത് കയറി കഴിയുമ്പോൾ വീഡിയോ എടുക്കാം. ടിക്കറ്റിൻ്റെ റേറ്റും എല്ലാം ഞങ്ങളോട് ചോദിച്ചിട്ട് പറയാം. ഇതാണ് ഈ തിരുവല്ല സമ്മർ ഫെസ്റ്റിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ നിന്നാണ് നമ്മൾ ഗുണ കേവാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ അതിനകത്ത് വേറെ ബാക്കി നമ്മുടെ ഈ ഓരോ ഫെസ്റ്റ് നടക്കുമ്പോൾ ഉള്ള ഷോപ്പും എല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് ആ ഫ്രണ്ടിലിരിക്കുന്ന ആ ചിമ്പാൻസിയാണ്. ഇതാണ് ടിക്കറ്റ്. ആളൊന്നുക്ക് 80 രൂപയാണ് കേട്ടോ. കൊച്ചു പിള്ളേർക്ക് ടിക്കറ്റ് വേണ്ട. 3 ടിക്കറ്റാണ് അതുകൊണ്ട് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വോയിസ് കവറൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എന്താണോ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ടിക്കറ്റിന് വേണ്ടി ഓടി വന്നോ. அந்த இடத்துல உண்மையான பேர் என்ன தெரியுமா? கிச்சன். சாத்தாரி நடுக்க. நீங்க நினைக்கிற மாதிரி இடம் இல்லப்பா இது. மனிதர் உணர்ந்து கொள்ள இந்த மனிதர் காதல் அல்ல. அதையும் தாண்டி
കണ്ട ആ ഒരു ഫെസ്റ്റ് ബാക്കിയെല്ലാം ഇവിടെ ഷോപ്പുകളാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം, പിന്നെന്താ പറയുക, സ്വീറ്റ് കോൺ ഐസ്ക്രീം അതെല്ലാം മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗോസ്റ്റ് ഹൗസിലും കയറിയായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര നമ്മളെ പേടിപ്പിക്കുന്നൊരു സംഭവമായിരുന്നു. ഇവിടെ കുറച്ച് ഫുഡ് സ്റ്റാളൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് ചെങ്ങന്നൂർ സരസ്മേള കണ്ട അത്രയൊന്നും ഇല്ല, എന്നാലും ഉണ്ട്. ഗോസ്റ്റ് ഹൗസിലും കയറി പിന്നെ എന്താ പറയുക ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളത് ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അതൊക്കെ വലിയൊരു ദിനോസർ നിൽക്കുന്നുണ്ട്. സ്ട്രോബെറി മേടിച്ചു കൊടുക്കാത്തതിന് അമ്മാള് പിണങ്ങി കിടക്കും. സ്ട്രോബെറിക്ക് ചെറിയൊരു പാക്കറ്റിൽ 130 രൂപ. അപ്പോൾ അത്രയും നമുക്ക് അതിലൊരു ലാഭമായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് മേടിക്കാൻ. ലാഭമൊന്നുമല്ല, അത് ഓക്കെ അല്ല, അത്ര പഴുത്തിട്ടൊന്നുമില്ല, പുളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 80 രൂപയുടെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. പക്ഷേ ഗോസ്റ്റ് ഹൗസിൽ കയറണമെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ 80 രൂപയും കൂടെ ആവും കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. നമ്മൾ ഒരു 7:15 ആയപ്പോഴാണ് അകത്ത് കയറിയത്. ഒരു 8:15 കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ കാണാനുള്ളതുണ്ട്. ഓക്കെ, 80 രൂപയ്ക്ക് ഓക്കെയാണ്.